ഹലോ ഗൈസ്, ഇന്നത്തെ ദിവസം വഴുതനങ്ങ വെച്ചിട്ട് ഒരു പരീക്ഷണമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് കടുക് ഇട്ടിട്ട് ഉലുവ ഇട്ട് കൊടുക്കുമ്പോൾ വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഉലുവ ഇടണം എന്നില്ല. എനിക്ക് ഉലുവയുടെ ആ ഒരു സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഉലുവ ഇട്ടിട്ടുള്ളത്. ഉലുവ ഒരുപാടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കനപ്പ് വരും, എനിക്കത് ഫീൽ ചെയ്തു ഈ ഒരു കറിയിൽ. അപ്പോൾ ഉലുവ ഇടണമെന്ന് നിർബന്ധമില്ല കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പിൻ്റെ ഇല, വറ്റൽമുളക് എല്ലാതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി കറയെല്ലാം കളഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുള്ള നമുക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. വഴുതനങ്ങ പച്ച വഴുതനങ്ങയാണ് കേട്ടോ, നീളത്തിലുള്ള പച്ച വഴുതനങ്ങയല്ലേ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ടൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് പെട്ടെന്ന് നന്നായി വാടി കിട്ടും. ഇപ്പോഴും ഞാൻ പറയാണ്, ഉലുവ ഇടണമെന്ന് നിർബന്ധമില്ല കേട്ടോ. എനിക്ക് അവസാനം ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് വന്നപ്പോൾ ഉലുവയുടെ ആ ഒരു കനപ്പ് ഫീൽ ചെയ്തു. പക്ഷേ എനിക്ക് ഉലുവയുടെ ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റും ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഇട്ടത്. അപ്പോൾ അതാ നമ്മുടെ വഴുതനങ്ങ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ കുറച്ച് വലുതായിട്ടാണ് വഴുതനങ്ങ അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതാ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊന്നും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ആ ഒരു ആവിയിൽ കിടന്ന് തന്നെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നല്ല തൈര് എടുത്ത് ഇതിലോട്ട് ഒഴിക്കുകയാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒരു അടി അടിച്ചിട്ട് എടുത്തതാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുക. ഇതിനിടയിൽ ഉപ്പെല്ലാം ഇല്ലേന്ന് നോക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം ഇതേപോലെ അങ്ങ് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ നമുക്കിത് പിരിഞ്ഞ പോലെയാവും അവസാനം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇത് ഇതേമാതിരി ഒരു ചാനലിൽ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നല്ലൊരു കറിയാണ്. പക്ഷേ ഇതിൽ ഉലുവ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഉലുവ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ വളരെ നേരിയതായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്തോളൂ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു വഴുതനങ്ങ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക്